أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് അൽ കഹഫിലെ 17-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് അർത്ഥം മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം ബാക്കി ഉണ്ടെങ്കിൽ 18-ാമത്തെ ആയത്ത് നമ്മൾ തുടങ്ങി വെക്കും. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ. ഇന്നിപ്പോ 17-ാമത്തെ ആയത്ത് ചിലപ്പോൾ ഒരു പക്ഷെ നേരത്തെ കഴിഞ്ഞേക്കാം. അത്ര അധികം വിശദീകരണം നമ്മൾ പറയുന്നില്ല. മാത്രമല്ല, ഈ 17ഉം 18ഉം ആയത്തുകള് ഏറെക്കുറെ ഒരേ, അതായത് രണ്ടും കൂടി ഒന്നിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ നമുക്കതിനെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ 17-ാമത്തെ ആയത്തില് അള്ളാഹു ഈ ഗുഹയുടെ പുറത്തുള്ള ഒരു സീനാണ് ചിത്രീകരിക്കുന്നത്. 18-ാമത്തെ ആയത്തിലേക്ക് ക്യാമറ ഗുഹയുടെ അകത്തേക്ക് പോവുകയാണ്. മനസ്സിലാകുന്നുണ്ട്? രണ്ട് സീനാണ്. 17-ാമത്തെ ആയത്ത് ഗുഹയ്ക്ക് പുറത്തുള്ള ഒരു സീനും, പുറത്തുള്ളതെന്ന് വെച്ചാല് ഒരു ബാഹ്യമായ ഒരു അന്തരീക്ഷം, ഗുഹയുടെ ചുറ്റുമുള്ള ഒരു അന്തരീക്ഷം. 18-ാമത്തെ ആയത്തിൽ ഗുഹയ്ക്ക് അകത്തുള്ള ഒരു അന്തരീക്ഷം. ഇത് അവിടെയും ഒരു ഇൽത്തിഫാത്ത് ഉണ്ട്. എന്താ ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാ? ഇൽത്തിഫാത്ത് പറ. ട്രാൻസിഷൻ. ഓരോ സീൻ ഇങ്ങനെ മാറി വരിക കേട്ടാ. അപ്പോ അതിൽപ്പെട്ട ഒരു ഇൽത്തിഫാത്ത് ഇവിടെ സംഭവിക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ 17-ാമത്തെ ആയത്തില് സൂര്യൻ, അള്ളാഹു സൂര്യനെ, ഷംസിനെ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതേസമയം 18-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോ അത് അവരുടെ ആ ഗുഹയുടെ അകത്തുള്ള ഒരു, അവർക്ക് അള്ളാഹു കംഫർട്ട് ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയെ കുറിച്ചുമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിന് മുമ്പത്തെ ആയത്ത് നമ്മൾ എന്താ പറഞ്ഞ, അവര് പരസ്പരം സംസാരിക്കുന്നതാണ് അല്ലെ. അവര് അപ്പം ഒരു ഫിലിം പോലെ നോക്കിയേ. രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്നു, അവിടെ വാദിക്കുന്നു, അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് അവിടുന്ന് ഓടിപ്പോരുന്നു. ഞാൻ ഇതിന്റെ ഒരു ക്രിസ്ത്യൻ വേർഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട് ക്രിസ്ത്യൻ, അത് ക്രിസ്ത്യൻ വേർഷൻ ആണ് കേട്ടോ. നമ്മളുടെ ഇസ്ലാമിക ചരിത്രമായിട്ട് ബന്ധമില്ലാത്തൊരു സംഗതിയാണ്. പക്ഷേ ആ ക്രിസ്ത്യൻ വേർഷനും കൂടെ അറിയുന്നത് നമുക്ക് നല്ലതാണ്. ഈ മൊത്തം ഗുഹാവാസികളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയത് എന്ന് അറിയുന്നത് നമുക്ക് നല്ലതാണ്. എന്നാലാണ് ഖുർആന്റെ കഥ പറച്ചിലിന്റെ ആ സ്റ്റോറി ടെല്ലിങ്ങിന്റെ രീതിയും അതിന്റെ ഉദ്ദേശവും, അതൊരു പർപ്പസ്. നമ്മൾ രണ്ട് കാര്യം പറഞ്ഞിരുന്നു അല്ലെ. ഖുർആൻ കഥ പറയണ എന്തിനാന്ന് നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അത്? പ്രത്യേകിച്ച് ഈ ഗുഹാവാസികളുടെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഒരാൾ അതിന്റെ അടുക്ക് ഒരു സംശയം ചോദിച്ചു, എന്തിനാണ് ഉസ്താദ് ഇടക്കിടക്ക് ഈ കഥ എന്ന് പറയുന്നത്? ഗുഹാവാസികളുടെ കഥ, യൂസുഫ് നബിയുടെ കഥ, ഇതൊക്കെ സംഭവിച്ച സംഗതിയല്ലേ, അപ്പൊ എന്തിനാ കഥ പറയണെന്ന് പറഞ്ഞു. എന്തായാലും മറുപടി പറയാ. ഖുർആൻ ഒരു ദിക്റാണ്. അപ്പോ അത് നമുക്കൊരു ഉത്ബോധനത്തിനാണ്, നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പക്ഷെ കഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കഥ എഴുതുകയാണ്. ഒരാൾ ചെറുകഥ എഴുതി, നോവൽ എഴുതി എന്ന് പറഞ്ഞാൽ കഥ സംഭവിക്കാത്ത സാധനത്തിനല്ലേ കഥ എന്ന് പറയാ.
ഖുർആൻ ഇതിന് കസസ് എന്നാണ് ഉപയോഗിച്ചത്. ആ കസസ് എന്നാണ് ഉപയോഗിച്ചത്. എന്ന് മാത്രമല്ല, നടന്ന സംഭവത്തിനും സ്റ്റോറി എന്ന് പറയും, കഥ എന്ന് പറയും. ഉദാഹരണത്തിന് ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ജേർണലിസ്റ്റ് ആണ്. ഞങ്ങളോട് പറയാൻ നിങ്ങളൊരു സ്റ്റോറി കൊണ്ടുവരണം, ഒരു ന്യൂസ് കൊണ്ടുവരണം എന്ന് പറയുന്നത് ഒരു സ്റ്റോറി കൊണ്ടുവരണം എന്നാ പറയാ. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ സ്റ്റോറി ആണല്ലോ എല്ലാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരാൾ പറയുന്ന സംഗതി ഏറ്റവും നന്നായി മനസ്സിലാവുന്ന എപ്പോഴാണ്? അതൊരു സ്റ്റോറി ആയിട്ട് പറയുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്റ്റോറി ആയിട്ട് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ സ്റ്റോറി ടെല്ലിങ് ഇസ് ദ ബെസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുണ്ട്. അള്ളാഹു ഖുർആനിൽ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇല്ലാത്തൊരു സംഗതി പറയുന്നു എന്നല്ല അതിന്റെ അർത്ഥം. കഥ എന്നതിന് ഇല്ലാത്ത സംഗതി പറയുന്നു എന്ന അർത്ഥം തന്നെ തെറ്റാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ കഥനം എന്നാ പറയാ. എന്തിന്? പറച്ചിലിന്. ഒരു കാര്യം വിശദീകരിക്കുന്നതിനെ പറയാ കഥനം എന്നതാണ്. അത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ് കേട്ടോ. അപ്പോ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു വന്നത് ഈ ക്രിസ്ത്യൻ സ്റ്റോറി വേർഷൻ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിലിടാം. അതൊരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. ഇറ്റ്സ് നോട്ട് ദ സ്റ്റോറി കേട്ടാ. ഇറ്റ്സ് നോട്ട് ദ സ്റ്റോറി, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് യു ടു നോ ദാറ്റ് വേർഷൻ. അല്ലെ? ആ വേർഷൻ നമ്മൾ അറിയണമല്ലോ. അപ്പോഴാണ് നമുക്ക് ഈ ഖുർആന്റെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ രീതി നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് എവിടെന്നാന്ന് വെച്ചാല്, നോക്കൂ, അവര് വിശ്വസിച്ചെന്ന് അറിഞ്ഞപ്പോ, അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോ രാജാവ് അവരെ വിളിപ്പിച്ചു. രാജാവിന്റെ മുമ്പിൽ അതിനു മുമ്പ് കുറെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അവർ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞപ്പോ അവരിങ്ങനെ പരസ്പരം ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അല്ലെ? മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും, ഉത്സവ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും, അവർ മാറി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് രാജാവ് അവരെ വിളിപ്പിച്ചു. രാജാവിന്റെ മുമ്പിൽ അവര് യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് തെളിയിച്ചു. അള്ളാഹിനെ കൂടാതെ വിളിച്ച് ഒരു തെളിവില്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ അക്രമമാണ്. ശതതൻ ലഖദ് ഖുൽന ഇദൻ ശതത എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ രാജാവ് അവരെ ഒന്നുകിൽ തുറുങ്കിൽ അടക്കാൻ വിധിച്ചു, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷെ അവർ അവിടുന്ന് രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ സഹായത്താൽ തന്നെ രക്ഷപ്പെട്ട് അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് അവർ പറഞ്ഞു, നമുക്ക് പരസ്പരം പറഞ്ഞു. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. വൈദ് തസൽതുമൂഹും, അല്ലെ? എന്താണ് കഴിഞ്ഞ ആഴ്ചത്തെ ആഴ്ച നമ്മൾ ഓതിയത്? വമായ അബ്ദൂനു ഫഅവു ഇലൽ കഹഫ് യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ആ ഗുഹയിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ ക്യാമറ, രാജാവിന്റെ കൊട്ടാരം, മാർക്കറ്റ് പ്ലേസ്, കൊട്ടാരം, ഗുഹയ്ക്ക് പുറത്തുള്ള സംഭാഷണം, അവരുടെ ഒരു സൂക്കിൽ നിന്നിട്ടുള്ള സംഭാഷണം. അത് കഴിഞ്ഞ് ഇപ്പൊ ക്യാമറ എവിടെ എത്തി നിൽക്കുന്നത്? ഇപ്പൊ ക്യാമറ തിരിഞ്ഞു നിൽക്കുന്നത് അവര് ആ ഗുഹയിലേക്ക് വരുന്നു. അപ്പൊ ആ ഗുഹയിൽ അവർ കിടക്കാൻ പോകുന്ന ആ ഗുഹയുടെ ഒരു അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കണം ഈ ആയത്തിൽ. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് പോകാം. അർത്ഥം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ അർത്ഥം പറയുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. നോക്കിക്കോട്ടെ. തറ എന്നുള്ളതിന്റെ അതിന്റെ മുലാരി ആണ് തറ. യറ തറ എന്ന് പറയും. യറ എന്ന് പറയുമ്പോൾ അവൻ കാണുന്നു. തറ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അഭിസംബോധന ചെയ്ത് പറയാണ് വതറ ശംസ. അപ്പോ ഇത് ശരിക്കും പാസ്റ്റ് ആണ്. പക്ഷെ എന്തിനാണ് പ്രസന്റ് ടെൻസിൽ പറയുന്നത് നമ്മൾ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. വൈ Allah is describing the entire episode, the entire story in present tense. മുദാരിഅയില് വർത്തമാന കാലത്തിൽ എന്തിനാണ് അള്ളാഹു അത് പറയുന്നതിന്റെ ഉദ്ദേശം? അങ്ങനെ ഇപ്പോഴും പ്രസക്തമായതുകൊണ്ട് ആണ് അത് ഓക്കെ. നടന്നു കഴിഞ്ഞ സംഭവമാണ്, നടന്നു കഴിഞ്ഞതാണ്. അതാ ഞാൻ പറഞ്ഞത്, നടന്നു കഴിഞ്ഞത്. അപ്പോ അത് പാസ്റ്റിലല്ലേ പറയണ്ട, മാളിയിലല്ലേ പറയേണ്ടത്? ഇപ്പൊ നടക്കുന്നതായിട്ട് അങ്ങനെ ഒരു ഫീല് കിട്ടാൻ കൂടി വേണ്ടിട്ടാണ്. കറക്റ്റ്, അതാണ് അതിന്റെ ഉത്തരം. സോ ദാറ്റ് യു ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ദ സ്റ്റോറി. നമ്മൾ ആ സ്റ്റോറിയിൽ നമ്മൾ മുഴുകിയിരിക്കുകയാണ് എന്നൊരു ഫീല് കിട്ടാൻ വേണ്ടി. അങ്ങനെയാണല്ലോ കഥ പറയാം, അല്ലെ? ഇപ്പം ഒരു ഫിലിം ചിത്രീകരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, പാസ്റ്റിലെ സംഭവമായിരിക്കും, പക്ഷെ ഇറ്റ് ഈസ് ഡെപിക്റ്റഡ് ആസ് ദാറ്റ്സ് ഹാപ്പനിങ് നൗ. ഇപ്പൊ നടക്കുന്നത് പോലെ യു ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ദ സ്റ്റോറി. നമ്മൾ ആ കഥയിൽ നമ്മൾ മുഴുകിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ ഇവിടെ റസൂലിനോട് അള്ളാഹ് പറയാണ് വതറശംസ, താങ്കൾക്ക് കാണാം, അല്ലെങ്കിൽ താങ്കൾ കാണുന്നു അശംസ, സൂര്യനെ താങ്കൾ കാണുന്നു. ഇദാ തലഅത്, ആ സൂര്യൻ ഉദിച്ചാൽ, തസാവറു അൻ കഹ്ഫിഹിം, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, അവിടെ പാസ്റ്റ് ഉപയോഗിച്ചു. കാരണം അത്
വെൻ ദാറ്റ് ഹാപ്പൻഡ് എന്നുള്ള അർത്ഥത്തിൽ ഒരു കണ്ടീഷണൽ സെന്റൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതാ തല എന്ന് പറഞ്ഞാല് ഉദിക്കുക, മത്തല അശംസ് വെളിവായി, തല ടുഗദർ. അതായത് നമുക്ക് ആയത്തിന്റെ ഓരോ വാക്കുകളുടെയും വിശദീകരണത്തിലേക്ക് പിന്നെ വരാം. അപ്പോ ആ സൂര്യൻ ഉദിച്ചാൽ ആ സൂര്യനെ താങ്കൾക്ക് കാണാൻ പറ്റും. എങ്ങനെ? തസാവറു അൻ കഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ നിന്ന് തെറ്റിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. സൗർ എന്ന പദത്തിൽ നിന്നാണ്, അതിൽ നിന്നാണ് ജാഇറൊക്കെ ഉള്ളത്. നമുക്ക് ആ പദത്തിന്റെ റൂട്ടിലേക്ക് പിന്നെ പോവാം. അപ്പൊ അവരുടെ ഗുഹയിൽ നിന്ന് ആ സൂര്യൻ ഉദിച്ചിങ്ങോട്ട് വരുമ്പോ ഗുഹയിൽ നേരിട്ട് അതിന്റെ വെളിച്ചം പരത്താതെ ആ ഗുഹയിൽ നിന്ന് തെറ്റിപ്പോകുന്നതായിട്ട് താങ്കൾക്ക് കാണാൻ പറ്റും. ദാത്തൽ യമീൻ, എങ്ങോട്ടാ തെറ്റുക? വലതുവശത്തേക്ക് തെറ്റും. ദാത്തൽ യമീൻ, വലതുവശത്തേക്ക് തെറ്റിപ്പോകുന്നു. വൈദാ ഗറബത്ത്, ഇനി അത് അസ്തമിച്ചാലോ? തഖ്തരിലുഹും, അത് അവരെ പിന്നെയും വലയം ചെയ്യുന്നു. ഖറള യഖ്തരിലു എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ നമുക്കിപ്പോ വലയം ചെയ്യുന്നു എന്ന് പറയാം, പക്ഷെ മീനിങ്ങിലേക്ക് വരാം. തഖ്തരിലുഹും ദാത്ത ഷിമാൽ, ആ ഇടതുഭാഗത്തു കൂടി അവരെ വലയം ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും രണ്ട് സന്ദർഭത്തിലും അതിന്റെ പ്രകാശം പൂർണ്ണമായിട്ട് അവരെ ഏൽക്കാതെ വളരെ ലൈറ്റായിട്ട് മാത്രം അവരെ കടന്നു പോകുന്ന ഒരവസ്ഥ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു ബ്യൂട്ടിഫുൾ ഇല്ലസ്ട്രേഷൻ ആണത്. ആൻഡ് ഇറ്റ്സ് എ മാർവലസ് തിങ്. അതൊരു മുഅ്ജിസത്ത് കൂടിയാണ്. എന്താണ് നമ്മൾ വിശദീകരിക്കാം കേട്ടാ. വഹും ഫി ഫജ്വത്തിൻ മിൻഹു, അവരാകട്ടെ ഈ സൂര്യനിൽ നിന്ന് വഹും ഫി ഫജ്വത്തിൻ മിൻഹു, ഈ പ്രകാശത്തിൽ നിന്ന്, സൂര്യത്തിന്റെ ഈ പ്രകാശത്തിൽ നിന്ന് അവരെന്താണ്, പ്രകാശമല്ല, മിൻഹു എന്ന് പറഞ്ഞാൽ മിനൽ കഹ്ഫാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. വഹും ഫി ഫജ്വത്തിൻ മിൻഹു, ആ ഗുഹയിലെ ഒരു ഓപ്പൺ സ്പേസിലാണ് അവരുള്ളത്. ഫജ്വത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് സംഗതികൾക്കിടയിലുള്ള ഒരു വിടവ്, അങ്ങനെയാണ് പറയാം. അതായത് ഇപ്പൊ ഒരു വീടിന്റെ മുറ്റം, രണ്ട് ചുമരുകൾക്കിടയിലുള്ള വിശാലമായ സ്ഥലം, അങ്ങനത്തെ ഒരു വിടവ്, ഒരു ഗ്യാപ്പ്, അതിനാണ് എന്ത് പറയാ? ഫജ്വത്ത് എന്ന് പറയാം. അപ്പോ ഈ ഗുഹയിൽ രണ്ടറ്റത്തും പെടാതെ ഒരു ഓപ്പൺ സ്പേസിലാണ് അവർ കിടക്കുന്നത് കേട്ടാ. എന്റെ രംഗം അതാണ്. അപ്പോ അപ്പൊ അവരുടെ ഒരു കിടത്തം ഈ ഗുഹയിലേക്ക്, നമ്മൾ ഗുഹേനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു കഴിഞ്ഞാൽ ആ സൂര്യന്റെ പ്രകാശം ഒട്ടും ഇവരുടെ മേലെ പതിക്കാതെ അത് തെറ്റിപ്പോകുന്നു. വലതുവശത്തുകൂടെ അസ്തമയ സമയത്ത് ഇടതുവശത്തുകൂടെ ഇവരെ വലയം ചെയ്തു പോകുന്നു. അപ്പോഴും ഈ സൂര്യന്റെ ഡയറക്റ്റ് സൺലൈറ്റ് ഇവരെ മേൽ പതിക്കാതെ അവരെ തഴുകി തലോടി കടന്നു പോകുന്നു. അവരാകട്ടെ ഈ ഗുഹയുടെ ഒരു ഓപ്പൺ സ്പേസിലാണുള്ളത്, ഓപ്പൺ ഏരിയയില്. രണ്ടു ഭാഗത്തും എന്തുണ്ട്? രണ്ടു ഭാഗത്തും ഗുഹയുടെ ചുമരുകളുണ്ട്. ആ ചുമരുകൾക്ക് ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് ചേർന്ന് നിൽക്കാതെ ഇവർ അതിന്റെ വിശാലമായൊരു പ്രതലത്തിലാണ് ഇവരുള്ളത്. എന്നിട്ട് അള്ളാഹു പറയണ് ദാലിക മിൻ ആയാത്തില്ല, ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ദിസ് ഈസ് പാർട്ട് ഓഫ് അള്ളാഹ്സ് സൈൻസ്. മൈ യഹ്ദില്ല, ആരെ അള്ളാഹു സന്മാർഗത്തിലാക്കുന്നുവോ ഫഹുവൽ മുഹ്തദ്, അവൻ യഥാർത്ഥത്തിൽ തന്നെ സന്മാർഗം പ്രാപിച്ചവനാണ്. വമൻ യുദ്ലിൽ, ആരെ അള്ളാഹു വഴികേടിലാക്കുന്നുവോ ഫലൻ തജിദ ലഹു, താങ്കൾക്ക് ഒരിക്കലും അവന് കാണാൻ സാധ്യമല്ല വലിയൻ, ഒരു വലിയന്, ഏറ്റവും അടുത്ത ഒരാളെ. വലിയ എന്ന് പറഞ്ഞാൽ വല്ലായു വലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത്, അവന്റെ ഒരു ആത്മമിത്രമായിട്ട് ഒരാളെ കാണുക സാധ്യമല്ല. മുർഷിദൻ, അതുപോലെ അവനെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഒരാളെയും കാണുക സാധ്യമല്ല. ഓക്കെ, അപ്പൊ അള്ളാഹു സന്മാർഗത്തിലാക്കുന്നത് കൊണ്ടാണോ ഓരോരുത്തരും സന്മാർഗത്തിലാകുന്നത്? അള്ളാഹ് വഴികേടിലാക്കുന്നത് കൊണ്ടാണോ ഓരോരുത്തരും വഴികേടിലാകുന്നത്? അതൊക്കെ നമുക്ക് വിശദീകരിക്കാം കേട്ടോ. അപ്പോ ഇതാണ് അതിന്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ, അതാണ്. ഓക്കെ, ഇനി നമുക്കിതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരാം. അപ്പോ ഇവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു ഇൽത്തിഫാത്താണ്. ഈ ഇൽത്തിഫാത്തില് അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ സീനും ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇവിടെ ഏറ്റവും പ്രധാനം, പലപ്പോഴും അള്ളാഹുവിന്റെ സ്പീച്ചില് ഒരുപാട് സംഗതികൾ വിട്ടുപോയിട്ടുണ്ട്, അല്ലെ?
അപ്പോ അള്ളാഹ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാത്തതാണ് കൂടുതലുള്ളത്. ഏഹ് പറഞ്ഞതിൽ ഇപ്പൊ ഇതെന്നെ എടുത്തു നോക്കുക. ഈ ഗുഹയ്ക്ക് ഒരു വാതിലുണ്ടായിരുന്നോ? ആളുകൾക്ക് ചോദിക്കാം, ഇതെങ്ങനെയാണ് ഈ ഗുഹയില് ഇവര് പിന്നെ പ്രവേശിക്കുമ്പോ എങ്ങനെ ഏത് തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു? ഈ ഗുഹ എങ്ങോട്ടാണ് അത് ഫേസ് ചെയ്തിരുന്നത്? സൂര്യൻ ഇവരെ തഴുകി കടന്നു പോകണമെങ്കിൽ. അപ്പം ഇതൊന്നും അള്ള പറഞ്ഞിട്ടില്ല. പറയാത്തത് ഒരുപാട് സംഗതിയുണ്ട്. ഗുഹയ്ക്ക് എത്ര വലിപ്പം ഉണ്ടായിരുന്നു, ആ ഗുഹയിൽ നിന്ന സ്ഥലത്തിന്റെ പേരെന്താണ്, അങ്ങനെ ഒരുപാട് സംഗതികൾ, ഒരുപാട് ഡീറ്റെയിൽസ് അള്ളാഹു സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു നോവലിലോ കഥയിലോ ഒരു സിനിമയിലോ ഒക്കെ ആണെങ്കിൽ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ പറയും. പക്ഷെ അതൊക്കെ പറയാതെ അള്ളാഹു വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ പറയുന്നതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. പറയാത്തതിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതില്ല. അത് അള്ളാഹു വിട്ടുകളഞ്ഞതാണ്. ഈ അതിനകത്ത് ഒരു വിശദീകരണം, ചില മുഫസ്സിറുകൾ ഇതിനെ വിശദീകരിക്കുമ്പോൾ അവർ ഇതൊക്കെ കൂട്ടി വായിക്കാൻ ശ്രമിക്കും, കണക്ടിങ് ദ ഡോട്ട്സ്. അതിൽ ചിലർ പറയുന്നത് ഈ ഗുഹയ്ക്ക് ഒരു വലിയ ഗേറ്റ് ഉണ്ടായിരുന്നു, ഒരു വലിയ വാതിൽ പോലെ. എന്നിട്ട് ആ വാതിലും കൂടി തുറന്നു കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തിരുന്നു, ഒരു വലിയ ആ വാതിലിന്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു വലിയ പാറ ഉണ്ടായിരുന്നു. ആ പാറയാണ് ഈ സൂര്യനെ മറച്ചത്. ആ പാറയ്ക്ക് പിന്നിലാണ് ഇവർ പോയി കിടന്ന് ഉറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോ ഈ ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിന് പ്രസക്തി ഇല്ലാതെ വരും. മനസ്സിലായോ? എന്താണ് പ്രസക്തി ഇല്ലാതെ വരിക? അതായത് സൂര്യപ്രകാശം ഇവർക്ക് ഏൽക്കാതിരുന്നതിന്റെ കാരണം ഇവർ ഈ ഗുഹയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു. ആ ഗുഹയുടെ ഗുഹാമുഖത്ത് തന്നെ ഒരു പാറ ഉണ്ടായിരുന്നു. ആ പാറയ്ക്ക് പിന്നിലാണ് അവർ കിടന്നത് എന്ന് പറയുമ്പോ രണ്ടാമത് പറഞ്ഞ ഭാഗത്തിന് പ്രസക്തി ഇല്ലാതെ വരും. അതെന്താ രണ്ടാമത് പറഞ്ഞത്? ഈ ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്താ? ദാലിക മിൻ ആയാത്തില്ല അല്ലെ? അത് അള്ളാഹുവിന്റെ അത്ഭുത സൈനുകളിൽ പെട്ടതാണ്, മിറാക്കുലസ് സൈൻസ്. അതാണല്ലോ ആയത്ത് അല്ലെ? ആയത്ത് ഈ സംഗതി എന്തുകൊണ്ടാണ് അത്ഭുതകരമായത്? സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാവുന്ന ഒരു സ്ഥലത്തായിരിക്കെ തന്നെ ആ സൂര്യപ്രകാശം ഏൽക്കാതെ അള്ളാഹു സൂര്യനെ പോലും അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് അത്ഭുതം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ആ വിശദീകരണത്തിന് പ്രസക്തിയില്ല. ഒന്നത്. രണ്ടാമത് ചിലര് ഇനിയിപ്പോ ഈ അടുത്ത ആയത്തിൽ 18-ാമത്തെ ആയത്തിൽ ഒരു ഡോഗിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു നായ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആ നായക്ക് ചിലർ പേരിട്ടിട്ടുണ്ട്. എന്താ പേരിട്ടത്? റഹീം. അവർക്ക് ആ പേര് എവിടുന്ന് കിട്ടി? കിട്ടിയ റഹീം എന്നുള്ള പേര് കിട്ടിയത് ഓർക്കണല്ല. കുറച്ച് ബാക്കിലേക്ക് പോയി നോക്കിയേ, കുറച്ച് ബാക്കിലേക്ക്. നഹ്നു നഖുസ്സു അലൈക, അതല്ല, എന്താണ് ഇത്? അവൽ അസ്ഹാബുൽ കഹ്ഫി വർ റഖീം എന്ന് പറയുന്നില്ലേ? ആ റഖീം എന്നുള്ള കാനൂ മിൻ ആയാത്തിന അജബ. അവിടെ റഖീം എന്ന് പറയുന്നത് ഈ നായയുടെ പേരായിട്ടാണ് ചില മുഫസ്സിറുകൾ വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷെ റഖീമിന് അതല്ല, അവരുടെ പേരുകൾ കൊത്തിവെച്ച ഫലകമാണ് എന്നൊക്കെ നമ്മൾ അപ്പോഴേ അർത്ഥം പറഞ്ഞിരുന്നു. എനിവേ, അപ്പോ ഈ പറയാത്ത വിശദീകരണങ്ങളിലേക്ക് വല്ലാതെ നമ്മൾ പോകേണ്ടതില്ല. നായ തന്നെയാണ്. ചിലര് ആ നായക്ക് സിംഹം, നായ അല്ല സിംഹമാണ് എന്നൊക്കെ പറഞ്ഞ് പല വിശദീകരണം. അത് നമുക്ക് ആ അടുത്ത ആയത്ത് വിശദീകരിക്കുമ്പോൾ അത് പറയാം. അപ്പം പിന്നെ എന്തിനാ ചിലര് നായനെ കേൾക്കുമ്പോൾ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണവരുണ്ട്. പക്ഷെ നായ ഇസ്ലാമില് അനുവദനീയമാണ് അല്ലെ? എന്തിന്? കഴിക്കാനല്ല, മറിച്ച് നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ഒരു ജീവിയാണ്. നായനെ നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് വിട്ടാൽ നായ എന്തെങ്കിലും പിടിച്ചുകൊണ്ടെന്ന് അത് കഴിക്കാം എന്നുണ്ട് ഇസ്ലാമില് അല്ലെ? മുക്കല്ലിബീന എന്ന് സൂറത്തുൽ മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്. നായയെ ബിസ്മി ചൊല്ലി വേട്ടയാടാൻ വിട്ടു കഴിഞ്ഞിട്ട് ആ നായ പോയിട്ട് ഒരു പക്ഷിനെ പിടിച്ചുകൊണ്ട് വന്നാൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ അർത്ഥത്തിൽ അങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വേറൊരു പോയിന്റ് വരിക, തറ തഹ്സബു. ഇത് രണ്ടും എന്താണ്? ഇനി അടുത്ത ആയത്തിൽ വരുന്നതാണ് തഹ്സബു. തഹ്സബുഹു മൈഖാലം വഹും റുഖൂദ്. ഇവിടെ തറ പറയുന്നു. ഇത് രണ്ടും ആരാണ് അഡ്രസ് ചെയ്യുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അള്ളാഹു ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് ആർക്കാണ്? പ്രവാചകനാണ്. അതുകൊണ്ട് അത് പ്രവാചകനെയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നാണ് പ്രമുഖമായിട്ടുള്ള ഒരു വ്യാഖ്യാനം. അതല്ല, ഇത് യുവാക്കളെ, അസ്ഹാബുൽ കഹ്ഫിനെ തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നും അഭിപ്രായമുണ്ട്. പക്ഷെ അത് ദാറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അതൊരു നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരാളെ കുറിച്ചല്ലല്ലോ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ തറൗന എന്നാ പറയേണ്ടത്, തഹ്സബൂന എന്നാ പറയേണ്ടത്.
അസാബുൽ കഹഫിനെ അഡ്രസ് ചെയ്തിട്ടല്ല പറയുന്നത്, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളത്. അപ്പൊ തറ ഷംസ എന്നുള്ളത് എന്താണ്? ഒരു ഫിഗറേറ്റീവ് മീനിങ് ആണ്, ഒരു ആലങ്കാരിക പ്രയോഗമാണ്. നമ്മൾ ശരിക്ക് കാണുന്നില്ലല്ലോ, അവിടെ വെച്ച് കാണുന്നില്ലല്ലോ സൂര്യനെ, മറിച്ച് ആ സൂര്യനെ താങ്കൾക്ക് അനുഭവിക്കാനാകും, സൂര്യനെ താങ്കൾക്ക് അനുഭവിക്കാനാകും, അല്ലെങ്കിൽ ആ സൂര്യന്റെ ഒരു അവസ്ഥ ഇന്നതാണെന്ന് മനസ്സിലാക്കാനാകും എന്ന അർത്ഥത്തിലുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് അത് എന്നർത്ഥം കേട്ടാ. ഇനി പിന്നെ ഈ സീയിങ്, നമ്മളിപ്പോ ഇംഗ്ലീഷിൽ തന്നെ ഐ സീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഐ സീ, ഐ നോ, അല്ലെങ്കിൽ ഐ ഫീൽ ഇറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ? അല്ലാതെ ഞാൻ ശരിക്കും കാണുന്നു എന്ന അർത്ഥത്തിലല്ലല്ലോ ഐ സീ എന്ന് പറഞ്ഞാല്, അല്ലെ? അല്ലെങ്കിൽ യു സി, നമ്മൾ സംസാരിക്കുമ്പോൾ പറയില്ലേ യു സി എന്ന് പറഞ്ഞാൽ ഈ വ്യൂ പോയിന്റ് നീ മനസ്സിലാക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ആ ഒരു സെയിം മീനിങ് ആണ്, ആ സെയിം ഫിഗറേറ്റീവ് മീനിങ് ആണ് ഇവിടെയും തറ എന്ന് പറയുന്നിടത്തുള്ളത് കേട്ടാ. ഓക്കെ, ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സിറ്റുവേഷനിൽ താങ്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ആ ഗുഹാവാസികൾ ഗുഹയിലേക്ക് പ്രവേശിച്ച് അവർ ഉറങ്ങുന്ന ആ സന്ദർഭത്തിൽ താങ്കൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾക്ക് കാണാമായിരുന്നു എന്ന അർത്ഥത്തിലാണ് തറ ശംസ എന്ന് പറയുന്നത് കേട്ടാ. അതും ഒരു പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചതിന്റെ ഉദ്ദേശം ആ പ്രസന്റ് സിറ്റുവേഷനിൽ അതിനെ പൂർണ്ണമായും ആസ്വദിക്കുന്ന, ആ കഥയെ കൃത്യമായി കാണിച്ചു കൊടുക്കുന്ന രൂപത്തിൽ അള്ളാഹു വിവരിക്കുകയാണ് എന്നർത്ഥം. ഇനി തല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, യദുല്ലു അല ലുഹൂർ വ ബുദൂർ, ഒരു സംഗതി ഇങ്ങനെ വെളിവാകുക, പ്രത്യക്ഷപ്പെടുക. തല അൽ ബദുറു അലൈന, ഏതാ പാട്ട്? എപ്പോഴാ അത് പാടിയത്? തല അൽ ബദുറു അലൈന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നപ്പോ മദീന വാസികൾ പാടിയ പാട്ടാണ് തല അൽ ബദുറു അലൈന. അത് തല എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഇങ്ങനെ ഉദിച്ചുയർന്നു എന്നർത്ഥത്തിൽ ഒരു ഇർത്തിഫ ഉണ്ട് അവിടെ. ഇർത്തിഫ എന്ന് പറഞ്ഞാൽ ഒരു ഉയർച്ച, അതാണ് ബുദൂർ. ഇനി ഇത്തല എന്ന് പറയും. ഇനി പിറ്റത്തായത്തിൽ അത് വരുന്നുണ്ട്, 18ാമത്തെ ആയത്തിൽ. ഇത്തല എന്ന് പറഞ്ഞാല് ഒരു സംഗതിയെ അറിയുക എന്നാണ്. അപ്പോ തലയും ഇത്തലയും തമ്മിലുള്ള ബന്ധം എന്താ? ഒരു സംഗതിയെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മോളിൽ കയറി നിൽക്കണം. നാസറിന്റെ കൈ ഉയർത്തിയ, അതായത് ഈ അറബികളെ എന്ന് പറയും പുറത്തേക്ക് പോകണമെന്നുള്ളതിന്, അത് ഈ തല. അതെ അതെ, അത് തന്നെയാണ്, ഇത് തന്നെയാണ് ഇത്തല എന്ന് പറഞ്ഞാൽ നീ പുറത്തു പോ. അതായത് ഈ ശരിക്ക് ഒരു സംഗതിയെ നമ്മളിപ്പോ പുറത്തു പോകുമ്പോ എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് മാറി നിൽക്കണല്ലോ. മാറി നിൽക്കുമ്പോ അവിടെ ഒരു എന്താ പറയാ, നമ്മൾ വേറൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് അതിന് ഇത്തല എന്ന് പറയുന്നത്. അതിന് ഒരു എന്താ ഞാൻ പറഞ്ഞ ഒരു അതിന്റെ ഒരു അർത്ഥം പറഞ്ഞപ്പോ ലുഹൂർ അല്ലെ, പ്രകടമാവുക, ബുദൂർ, ഇർത്തിഫ, ഈ മൂന്നും കൂടി ചേർത്തതാണ് ഈ തല എന്നുള്ള പദം. അപ്പോ ഒരു സ്ഥലത്ത് പോയി വേറെ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു, ആ അർത്ഥത്തിലാണ് ഇത്തല. നീ ഇവിടുന്ന് പോയിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടോ എന്ന അർത്ഥത്തിലാണ്, എന്തായാലും ഇവിടുന്ന് മാറിത്താ എന്നുള്ള അർത്ഥത്തിലാണ് തല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, ഇനി അറിഞ്ഞു എന്നതിന് ഇത്തല ഒരു ഷദ് ഇട്ടിട്ട് പറയും. തലയ്ക്ക് പകരം ഒരു അലിഫ്ലാം ഇട്ടിട്ട്, അലിഫ് ഇപ്പുറത്തിട്ടിട്ട് സ്വാത്തിന് എന്ത് ചെയ്യും? ഷദ് ഇട്ട് ഇത്തല എന്ന് പറയുമ്പോൾ ടു ഡിഗ് ഇൻഫർമേഷൻ, അതായത് ഒരു കാര്യത്തെ കുറിച്ച് ചുഴിഞ്ഞ് നമ്മൾ അറിയുക, ഒരു അത്ര ഡീപ്പായിട്ട് അറിയാം. അപ്പോഴെന്താ സംഭവിക്കുന്നത്? നമ്മളൊരു കാര്യത്തിന്റെ മേലെ ഉയർന്നു നിന്നിട്ട് അതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ഇത്തല എന്ന് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? തലയ്ക്ക് ഉദിച്ചു, ഇർത്തഫ എന്നുള്ള അർത്ഥം നമ്മൾ പറഞ്ഞു. അപ്പോ അത് ഇത്തല എന്ന മീനിങ്ങിലേക്ക് വരുമ്പോ പറയൂലേ ഇങ്ങനെ ഇത്തല്ല കിതാബ്, തല്ല കിതാബ് എന്ന് പുസ്തകം എടുക്കാൻ, പുറത്തെടുക്കാൻ, അങ്ങനെയും പറയും. ഒരു സാധനം പുറത്തെടുക്കുന്നതിനും പറയും. അതുമൊക്കെ ഈ മീനിങ് ആണ്. അതെല്ലാം ഇതിന്റെ റിലേറ്റഡ് ആണ്. ഒരു സംഗതി പ്രത്യക്ഷപ്പെടുത്തു എന്നുള്ള അർത്ഥത്തില് തല്ല. അപ്പൊ അവിടെ ഒരു അത് ലാസിം മുത്തഅദി എന്ന് അറബി ഭാഷയിൽ പറയും. അതായത് ഒരു ഇത്തല നമ്മള് ഒരു സംഗതി അറിഞ്ഞു, അല്ലെങ്കിൽ തല ഉദിച്ചു. തല്ല എന്ന് പറയുമ്പോൾ അത് ഉദിപ്പിച്ചു, അത് പുറത്തെടുത്തു എന്ന അർത്ഥത്തിൽ വരും. മനസ്സിലായി? അങ്ങനെയാണ് അതിന്റെ വചനം വരിക. ഓക്കെ, അപ്പൊ അതാണ് ഇതാ തലഅത്ത്. ഇനി തസാവറു എന്നുള്ളതിന്റെ റൂട്ട് ലെറ്റേഴ്സ് സൂർ, സ, വ, റ. അതിൽ നിന്ന് ഒരുപാട് പദങ്ങൾ നമുക്ക് അറബി ഭാഷയിൽ കാണാൻ പറ്റും. അതിന് ശരിക്കും മീനിങ് അൽ അദൂൽ അൽ മൈൽ എന്നാണ്. അതായത് ഒരു സംഗതിയിൽ നിന്ന് തെറ്റിയിട്ട് ഒരു സംഗതിയിലേക്ക് ചരിയുക
എന്നൊക്കെ അർത്ഥമാണ്. ലീൻ ടുവേർഡ്സ് സംതിങ്, ഇൻക്ലൈൻഡ് ടുവേർഡ്സ് സംതിങ്, അതിനാണ് എന്ത് പറയാ, സൂർ എന്ന് പറയാ. അതുകൊണ്ടാണ് അസത്യത്തിന് സൂർ എന്ന് പറയും. ഷഹാദത്ത് സൂർ, കള്ളസാക്ഷ്യം. അതെന്താ സംഭവിക്കുന്നത് അവിടെ? കള്ളസാക്ഷ്യം എന്ന് പറയാൻ കാരണം സത്യത്തിൽ നിന്ന് തെറ്റിയിട്ട് അസത്യത്തിലേക്ക് ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ടാണ് അതിന് ഷഹാദത്ത് സൂർ എന്ന് പറയാം. ദാഇർ എന്ന് പറയും, സിയാറ, വിസിറ്റർ. വിസിറ്റർ എന്താ? നമ്മൾ ഒരാളെ സന്ദർശിക്കുമ്പോൾ അയാൾ വേറൊരു സംഗതിയിൽ നിന്ന് തെറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അയാളുടെ വേറൊരു പരിപാടി മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്, അല്ലെ? വിസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതുകൊണ്ടാണ് അതിന് അപ്പൊ നോക്കൂ, ഒരു ഭാഷയിൽ ചില പദങ്ങൾ ഉണ്ടായി വന്ന സ്റ്റൈല് നോക്ക്. ഇപ്പോ ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി സൗറിക അലൈക ഹഖ്, ഇന്നലി സൗറിക അലൈക ഹഖ്. നിന്റെ ഒരു വിസിറ്റർക്ക് നിന്റെ മേൽ അവകാശമുണ്ട്. ഒരാൾ നിന്നെ സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴും മൊബൈൽ തോണ്ടിയിരിക്കരുത്. ഒരാൾ സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞാൽ മൊബൈൽ തോണ്ടിയിരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് ഒരു അവകാശമുണ്ട്. മുഖം കൊടുക്കണം, അയാളോട് സംസാരിക്കണം, അയാൾക്ക് സമയം സ്പെൻഡ് ചെയ്യണം, വിശേഷം ചോദിക്കണം. അതൊക്കെയാണ്. അപ്പൊ ഇന്നലി സൗറിക അലൈക ഹഖ്, അതാണ് സൗറിന്റെ അർത്ഥം. ഇവിടെ തജാവറു രണ്ട് രൂപത്തിൽ ഈ പദം റിസൈറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം 7 രൂപത്തിൽ ഖിറാഅത്ത് ഉണ്ടല്ലോ, അതിൽ ഈ പദം ഉന്നയിക്കുമ്പോ, അത് ഉച്ചരിക്കുമ്പോ ചിലര് ഇപ്പൊ നമ്മൾ ഉച്ചരിച്ച പോലെ തജാവറു എന്ന് പറയുന്നുണ്ട്. വേറൊരു റിസൈറ്റേഷൻ തജാവറു എന്നാണ്, തജാവറു. അപ്പൊ ആരെങ്കിലും ഈ സൂറത്ത് ഓതുമ്പോ ഏതെങ്കിലും പള്ളിയിൽ നിങ്ങൾ പോയിട്ട്, ഇപ്പൊ പ്രത്യേകിച്ച് റമദാനൊക്കെ വരെയുള്ള തറാവീഹിന് പോയിട്ട് തജാവറു എന്ന് ഓതിക്കഴിഞ്ഞാൽ പടച്ചോനെ ഇയാള് ഖുർആൻ തെറ്റിച്ച് ഓതി എന്ന് വിചാരിക്കണ്ട. അതും ഇതിന്റെ അങ്ങനത്തെ ഖിറാഅത്തിൽ പെട്ടതാണ് കേട്ടാ, തജാവറു. പക്ഷെ മീനിങ് സെയിം ആണ്. അപ്പം ഇവിടെ ഈ തജാവറു എന്നുള്ളത് പ്രസന്റ് ടെൻസിൽ മുളാരിയിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം അത് മുഴുവൻ ദിവസവും അങ്ങനെയായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇവര് ഓരോ സന്ദർഭത്തിലും സൂര്യൻ ഉദിക്കുമ്പോ ആ സൂര്യൻ ഇങ്ങനെ തെറ്റി പോകുന്നത് ആ ദിവസം മുഴുവനും അതൊരു പ്രതിഭാസമായിരുന്നു എന്ന അർത്ഥത്തിലാണ് മുളാരി ആയിട്ട് ഉപയോഗിച്ചത് എന്നും അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു നിലക്കും സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് ഇവരെ ഹിറ്റ് ചെയ്യാതെ, ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സൂര്യപ്രകാശം മുഖത്തടിച്ചാൽ എന്താ സംഭവിക്കാൻ നമുക്കറിയാലോ, അല്ലെ? ഒരാൾ നന്നായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എഴുന്നേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി അതാണ്, ജനലിന്റെ കർട്ടൻ അങ്ങ് മാറ്റിയാൽ മതി, അല്ലെ? സൂര്യപ്രകാശം മുഖത്തടിക്കുമ്പോൾ നേരെ എഴുന്നേറ്റോളും. സ്വാഭാവികമായിട്ടും ഇവർ ഇത്രയും കാലം ഉറങ്ങിക്കിടന്നപ്പോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞു, ഇവരെ സുഖമായിട്ട് ഉറക്കാനുള്ള ഒരു കാര്യം. അതെന്തായിരുന്നു ആദ്യം പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? കാതുകളെ തഴുകി. ഫളറബ്ന അല ആദാനിഹിം, അത് നമ്മൾ പറഞ്ഞു. ലറബ അല എന്നതിന് നമ്മൾ അർത്ഥം പറഞ്ഞു, അല്ലെ? വളരെ വിശദമായിട്ട് നമ്മൾ അത് പറഞ്ഞതാണ്. കാതുകളെ തഴുകി. എന്തുകൊണ്ടാ കാതുകളെ തഴുകിയപ്പോ എന്താ സംഭവിച്ചത്? അവർ ഒരു ശബ്ദവും കേൾക്കാതെ വളരെ സ്വച്ഛമായിട്ട് ഉറങ്ങി. ഇവിടെ അല്ല പറയുന്നത് എന്താ? സൂര്യപ്രകാശം ഇവരിൽ നിന്ന് തടഞ്ഞു. ദാത്തൽ യമീനി വദാത്ത ഷിമാല്, വലതുവശത്തുനിന്നോ ഇടതുവശത്തുനിന്നോ ഒന്നായിട്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത അവർ പറയുന്നത്, ആ ഗുഹ തന്നെ ഒരു നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കായിട്ടാണ് ആ ഗുഹാമുഖം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദാത്തൽ യമീനി ദാത്ത ഷിമാലി എന്ന് പറഞ്ഞത്. അതൊക്കെ ഒരു ജിയോഗ്രഫിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, അള്ളാഹു ഇതൊരു അത്ഭുതമായിട്ടാണ് എടുത്തു പറയുന്നത് കേട്ടാ. ഇനി തഖ്രിലു എന്ന് പറഞ്ഞത് കറല യഖ്രിലു എന്ന് പറഞ്ഞ ശരിക്കും അർത്ഥം കട്ട് ഇൻ വൺ സൈഡ് ടു ദ അതർ സൈഡ്. ഒരു വണ്ടി, ഒരു കാറ്, നമ്മളിങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോൾ ഒരാൾ അപ്പുറത്ത് നേരെ ഇപ്പുറത്തേക്ക് വരാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഇൻസിഡന്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും, അല്ലെ? പ്രത്യേകിച്ച് ഖത്തറിലെ റോഡിൽ, നമുക്ക് ഗൾഫിലൊക്കെ റോഡുകളിൽ പ്രത്യേകിച്ച് കാണാൻ സാധിക്കും. ഒരുത്തൻ ആ അങ്ങേയറ്റത്ത് നിന്നിട്ട് നേരെ വന്ന് തെറ്റിയിട്ട് ഇപ്പുറത്തേക്ക് വരും, അല്ലെ? അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും. അതിനെ പറയുന്നത് അതാണ് തഖ്രിലു. പിന്നെ ഖർള് എന്ന് പറയും ലോൺ, ഒരാൾക്ക് കടം കൊടുക്കുക. അവിടെയും സംഭവിക്കുന്നത് എന്താ? കടം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ പണം നമ്മൾ ഏതോ ആവശ്യത്തിന് മാറ്റി വെച്ചത് എടുത്തിട്ട് തെറ്റിയിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. കട്ടിങ് സംതിങ് ടു ദ അതർ സൈഡ്, മനസ്സിലായോ? അതായത് ഹാൻഡിങ് ഓവർ. അതിന് ആ അർത്ഥത്തിലാണ് ഖർള് എന്ന് അതിന് പറയാൻ കാരണം. അപ്പൊ ഇവിടെ സൂര്യൻ അതിന്റെ യഥാർത്ഥ പാതയിൽ നിന്ന് ട്രാക്ക് തെറ്റിയാണ് സൂര്യൻ സഞ്ചരിച്ചതെന്ന് അർത്ഥം. അതാണ് ഇപ്പൊ ഈ തഖ്രിലു എന്ന് പറഞ്ഞതിന്റെ ആകപ്പാടെ നമ്മൾ ഇത്തരം വിശദീകരിച്ചതിന്റെ അർത്ഥം എന്താ? സൂര്യന്റെ ട്രാക്ക് വരെ
അള്ളാഹു അവർക്ക് വേണ്ടി മാറ്റിക്കൊടുത്തു. സൂര്യന്റെ ലൈൻ അത് സാധാരണഗതിയിൽ കിഴക്കുന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഒരു പാത്ത്. ആ പാത്ത് മാറ്റി അള്ളാഹു കൊടുത്തു എന്നർത്ഥം കേട്ടോ. സോ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് എന്നർത്ഥം. ഇനി ഫജുവത്തിനെ പറയാ അൽ ഇത്തിസാഉ ഫീ ഷൈഇൻ. ഒരു ഇങ്ങോട്ടാണോ ചോദ്യമാണോ? അല്ല, ഓക്കെ. ഫജുവത്തിന്റെ അർത്ഥം അൽ ഇത്തിസാഉ ഫീ ഷൈഇൻ, ഒരു കാര്യത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വളരെ വിശാലമാകുക എന്ന അർത്ഥത്തിലാണ് ഫജുവത്ത് പറയാ. ഇറ്റ് ഇൻഡിക്കേറ്റ് സംതിങ് ദാറ്റ് ഇസ് വെരി വാസ്റ്റ് ആൻഡ് ഓപ്പൺ. പിന്നെ വളരെ വിശാലമായ തുറസായ ഒരു സ്ഥലത്തിനാണ് ഫജുവത്ത് എന്ന് പറയാം. അതുപോലെ തന്നെ ആ തുറസായ സ്ഥലം ബിറ്റ്വീൻ ടു തിങ്സ്, രണ്ട് സംഗതികൾക്കിടയിൽ, ഇപ്പൊ രണ്ട് മലകൾക്കിടയിലുള്ള ഒരു വാലി, അതിനെ വേണമെങ്കിൽ ഫജുവത്ത് എന്ന് പറയാം. ഒരു വീടിന്റെ കോർട്ട്യാർഡ്, അതിന്റെ മതിലുകൾക്കിടയിലുള്ള സ്ഥലത്തിന് ഫജുവത്ത് എന്ന് പറയാം. ഫനാ എന്നുള്ള അർത്ഥത്തിലൊക്കെ, മിഡിൽ കോർട്ട്യാർഡ്, ഓപ്പണിംഗ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഇവിടെ പിന്നെ ഹദീസില് ഇപ്പോ ഹജ്ജത്തുൽ വിദാഇന്റെ ഒരു സന്ദർഭത്തില് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി എങ്ങനെയാണ് ഹജ്ജത്തുൽ വിദാഇൽ നടന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഉസാമത്ത് ബിൻ സെയ്ദ് പറയുന്നുണ്ട്, വളരെ തിക്കി ആണ് റസൂല് പോയിരുന്നത്. അതായത് ഒരുപാട് ആളുകളുണ്ടല്ലോ ഹജ്ജിന്റെ സന്ദർഭത്തിൽ, അറഫയിലും മറ്റൊക്കെ പോകുമ്പോൾ തിക്കിയാണ് പോയത്. പക്ഷെ വൈദാ വജദത് ഫജുവതൻ നസ്സ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈദാ വുജിദത് ഫജുവതൻ നസ്സ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ റസൂൽ എന്ത് ചെയ്യും? അവിടെ സ്പീഡിൽ പോകും. അതിനാണ് വൈദാ വുജിദത് ഫജുവതൻ. അപ്പൊ ഇങ്ങനെ തിക്കിത്തിരക്കിയ ആളുകളുടെ ഇടയിൽ ഒരു സ്പേസും ഇല്ലാതെ പോകുമ്പോൾ പതുക്കെ നടക്കും. പക്ഷെ ഒരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ സ്പീഡിൽ പോകും. അവിടെയും ഈ ഫജുവത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം, അല്ലെങ്കിൽ ഒരു വിടവ് എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ ഒരു വൈഡ് ഓപ്പൺ സ്പേസ്. ഇനി ഈ ഇതിനെ കുറിച്ച്, ഈ ആയത്തിനെ കുറിച്ച് ഇമാം ഷൻഖീതി അദ്ദേഹത്തിന്റെ ഒരു തഫ്സീർ, അദ്ദേഹം രണ്ട് അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ട്, ആദ്യത്തെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന രണ്ട് അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം ഫേവർ എന്ന അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, ഇവര് ഈ ഗുഹയിൽ കടന്നിട്ട് ഒരു ഗുഹയുടെ ഒരു മൂലയില് ഒളിഞ്ഞ ഒരു സ്ഥലത്ത്, അതായത് ഗുഹയുടെ അകത്ത് തന്നെ ഒരുപാട് പിന്നെ നാച്ചുറൽ ബാരിയേഴ്സ് ഉണ്ടാവുമല്ലോ, അതായത് വലിയ റോക്കുകൾ, വലിയ വലിയ പാറകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവര് എവിടെയാണ് കിടന്നതെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാറയുടെ പിന്നിലാണ് ഇവർ പോയി കിടന്നത്. അങ്ങനെയാണ് ഇവര് പിന്നെ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഇവർക്ക് ആ സൂര്യപ്രകാശം ലഭിക്കാതെ പോയത് എന്നതാണ് പിന്നെ ആദ്യം അദ്ദേഹം ഉദ്ധരിച്ച അഭിപ്രായം. പക്ഷെ ആ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, രണ്ടാമത്തെ അഭിപ്രായത്തിൽ അവരൊരു വൈഡ് ഓപ്പൺ സ്പേസിലാണ്, അല്ലെ, ഫജുവത്തിൻ മിൻഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു വലിയ ഓപ്പൺ സ്പേസിലാണ് അവിടെ കിടന്നത്. പക്ഷെ സൂര്യനെ അവരുടെ മേലെ ഏൽക്കാതെ അള്ളാഹു തടഞ്ഞതാണ്. അതൊരു സൂപ്പർ നാച്ചുറൽ ഫിനോമിനൻ ആണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല. കാരണം ഒരു ഓപ്പൺ സ്പേസിൽ ഗുഹയുടെ അകത്തേക്ക് സൂര്യപ്രകാശം കടക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ അവർ കിടക്കുമ്പോൾ അതിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് മിറക്കിൾ, അതാണ് ഒരു മുഅ്ജിസത്ത്, അതാണ് ആയാത്ത്. സാലിക മിൻ ആയാത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അപ്പോ ശരിക്കും വലിയൊരു അത്ഭുതം തന്നെയാണ് അവിടെ സംഭവിച്ചത്, ഒരു മുഅ്ജിസത്താണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത്, ദാലിക മിൻ ആയാത്തില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആദ്യം പറഞ്ഞ സംഗതി നോർമൽ ആണല്ലോ. നമ്മളെപ്പോഴും സൂര്യപ്രകാശം ഏൽക്കാതെ പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു പാറയുടെ മറയിൽ പോയി കിടക്കുക, അല്ലെ, നല്ല അങ്ങനത്തെ ഒരു സംരക്ഷണം നേടാൻ അതിനകത്തൊരു അത്ഭുതം ഇല്ല. അത് രണ്ടാമത്തേതാണ് വാസ്തവത്തിൽ അത്ഭുതം സംഭവിക്കുക. ഓക്കെ, ഇനി ഈ യമീന് ഷിമാല് എന്ന് പറഞ്ഞിടത്ത് അലിഫ്ലാം ഇട്ടിട്ട് ദാത്തൽ യമീന് ദാത്ത ഷിമാല് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞിരുന്ന യമീനൽ കഫ് അല്ലെങ്കിൽ ഷിമാലൽ കഫ് മുലാഫ് ഇലൈഹി ആയിട്ടാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അത് പറയാതെ ദാത്തൽ യമീൻ ദാത്ത ഷിമാൽ എന്ന് പറഞ്ഞതിന്റെ കാരണം ഇമാം ഷൻഖീതി വിശദീകരിക്കുന്നത്, ഈ ഗുഹ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റ് ആയിരുന്നു ഫേസ് ചെയ്തിരുന്നത്. അപ്പൊ ഗുഹയുടെ വലതും ഗുഹയുടെ ഇടത്തും അല്ല, മറിച്ച് സൂര്യനെ തന്നെ അള്ളാഹു തഖരിലുഹും ദാത്ത ഷിമാൽ, വലതുവശത്തു കൂടെ അള്ളാഹു തിരിച്ചുവിട്ടു. ഉദിക്കുമ്പോ ഉദിക്കുമ്പോ വലതുവശത്തു കൂടെ അള്ളാഹു തിരിച്ചുവിട്ടു. വൈദാ ഗറബത് തഖ്രിലുഹും ദാത്ത ഷിമാൽ, അസ്തമിച്ചപ്പോ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സന്ദർഭത്തിൽ
ഇടതുവശത്തു കൂടെ അവരെ വലയം ചെയ്തു പോയി, അവരെ തെറ്റിപ്പോയി. അപ്പോ അത് ഗുഹയുടെ വലതുഭാഗം ഇടതുഭാഗം അല്ല, മറിച്ച് സൂര്യന്റെ ഒരു പാതയെ കുറിച്ച് പറയാനാണ് ആ ദാത്ത ഷിമാലി ദാത്തൽ യമീൻ എന്ന് പറഞ്ഞത്. ദാത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ശരിക്ക്? ദാത്ത് ഉള്ളത്, അതാണ് ഉള്ളത്. അതായത് ദൂമാല് എന്ന് പറഞ്ഞ പണമുള്ള ആള്. ദാത്തുമാൽ എന്ന് പറഞ്ഞ സ്ത്രീലിംഗം, അത് മുഅന്നസായിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ സൂര്യനെ കുറിച്ചിട്ടാണ് ദാത്ത് എന്ന് പറയുന്നത്. അപ്പൊ സൂര്യനെ തന്നെ അള്ളാഹു വലതുവശത്തു കൂടെ സഞ്ചരിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് ദാത്തൽ യമീൻ ദാത്ത ഷിമാൽ എന്ന് പറഞ്ഞത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്രത്തോളം സൂര്യനെ അവർക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു എന്നർത്ഥം കേട്ടോ. ഓക്കെ, ഇനി ഇബ്നു കസീറും ഇമാം റാസിയും പറയുന്നത് അല്ല, സൂര്യൻ നോർത്തേക്കാണ് ഫേസ് ചെയ്തത്. പിന്നെ എക്സാക്ട്ലി നോർത്ത് ഈസ്റ്റ് അല്ല. ഇമാം ഷൻഖൈത്തി പറഞ്ഞ അഭിപ്രായത്തോട് അവർക്ക് വിയോജിപ്പാണ്. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, എങ്ങോട്ട് ഫേസ് ചെയ്താലും അതിൽ പിന്നെ പ്രസക്തി ഇല്ല. കാരണം എന്താ? സൂര്യൻ അള്ളാഹു അവരുടെ മേലെ ഏൽക്കാതെ രക്ഷിച്ചിട്ടുണ്ട്. ഏത് ഗുഹ എങ്ങോട്ട് ഫേസ് ചെയ്തിരുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ബിക്കോസ് ദാറ്റ്സ് വാട്ട് അള്ളാഹ് ഈസ് ഡൂയിങ് ഹിയർ. സൂര്യൻ ഗുഹ എങ്ങോട്ട് ഫേസ് ചെയ്തിരുന്നാലും ഇവരുടെ മേൽ പ്രകാശം ഏൽക്കുമായിരുന്നു. ആ ഏൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ അള്ളാഹു രക്ഷിച്ചു എന്നതാണ് അർത്ഥം. എന്നിട്ട് ഇനി ദാലിക മിൻ ആയാത്തില്ലാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. അപ്പൊ ഇവിടെ സൂര്യൻ ഇങ്ങനെ പോയി എന്നുള്ളത്, സൂര്യനെ ഇങ്ങനെ അള്ളാഹു തെറ്റിച്ചു വിട്ടു എന്നുള്ളത് അള്ളാഹുവിന്റെ ആയത്താണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ആരെ അള്ളാഹു സന്മാർഗത്തിലാക്കുന്നുവോ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, അവനാണ് മുഹ്തദ്. വമൻ യുദ്ലിൽ, ആരെ അള്ളാഹു വഴികേടിലാക്കുന്നുവോ അവനെ ഗൈഡ് ചെയ്യുന്ന, അവനെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ അവർക്ക് കണ്ടെത്തുക സാധ്യമേ അല്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒന്ന് രണ്ട് പദങ്ങൾ. ഇപ്പോ റാഷിദ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം തന്നെ ഒരു നല്ല യഥാർത്ഥ നേരായ വഴിയിലൂടെ ചലിക്കുന്ന ഒരാൾക്കാണ് റാഷിദ് എന്ന് പറയാം. മുർഷിദ് എന്ന് പറഞ്ഞാലോ മറ്റൊരാളെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന ഒരാള്, അതാണ് മുർഷിദ്. അതുപോലെ ഹാദി എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ ഹാദി എന്ന് പറഞ്ഞാൽ മുർഷിദിന്റെ അർത്ഥം വേറൊരാളെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന ആള്. മുഹ്തദ് എന്ന് പറഞ്ഞാലോ സ്വയം തന്നെ നേരായ വഴിയിലൂടെ ചലിക്കുന്ന ഒരാള്. മനസ്സിലായോ? അതായത് മുഹ്തദ് എന്ന് പറഞ്ഞതും റാഷിദ് എന്ന് പറയുന്നതും ഒരേ മീനിങ്ങിലാണ്. മുർഷിദ് എന്നതും ഹാദി എന്നുള്ളതും ഒരേ മീനിങ്ങിലാണ്. ഒരാള് സ്വയം തന്നെ ഒരു വഴിയിലൂടെ ചലിക്കുന്നതിന് റാഷിദ് എന്ന് പറയും, അല്ലെങ്കിൽ മുഹ്തദി എന്ന് പറയും. മറ്റൊരാളെ കൂടി ആ വഴിയിലൂടെ ചലിപ്പിക്കുന്ന ആളെ മുർഷിദ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാദി എന്ന് പറയും. ഓക്കെ, ഗൈഡ്. ഹാദി എന്ന് പറഞ്ഞാൽ ഗൈഡ് എന്നർത്ഥം കേട്ടോ. അപ്പൊ ഇവിടെ ഈ രണ്ടാമത്തെ പാർട്ടും ആദ്യത്തെ പാർട്ടും തമ്മിലുള്ള, ഈ ആയത്തിന്റെ ഇതും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത് കേട്ടോ. അതില് മൻ യഹ്ദില്ല എന്നുള്ള പ്രയോഗിച്ചല്ലോ. അവിടെ അല്ലദീ യഹ്ദില്ല എന്ന് പറഞ്ഞാലും മീനിങ്ങിൽ സെയിം ആണ് വരിക, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അല്ലദീ യഹ്ദില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു വഴി യഥാർത്ഥത്തിൽ നേരായ വഴിയിലൂടെ നടത്തുന്ന ഒരുവൻ എന്നൊരു സ്പെസിഫിക് ഒരു പെർട്ടിക്കുലർ ആളെ ചൂണ്ടി പറയുമ്പോഴാണ് അല്ലദീ ഉപയോഗിക്കുക. മൻ എന്ന് പറഞ്ഞാലോ ഹുവർ എന്നർത്ഥമുണ്ട്, ഒരു സ്പെസിഫിക് അല്ല. ആരെയൊക്കെ അള്ളാഹു സന്മാർഗത്തിലാക്കുന്നുവോ. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഉദ്ദേശം, ആ പദം ഇവിടെ പ്രയോഗിച്ചതിന്റെ ഉദ്ദേശം ആർക്കും അള്ളാഹുവിന്റെ ഗൈഡൻസ് കിട്ടാം. അല്ലദീ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഏതോ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾക്ക് അത് കിട്ടുള്ളൂ. നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, അള്ളാഹ് സന്മാർഗത്തിലാക്കിയാൽ മാത്രമേ ആവുള്ളൂ. അള്ളാഹ് വഴികേടിൽ, അപ്പൊ അള്ളാഹു ആണോ സന്മാർഗത്തിന്റെയും ദുർമാർഗത്തിലേക്കും മനുഷ്യരെ തീരുമാനിക്കുന്നത്? ഇവരൊക്കെ സന്മാർഗത്തിൽ പോട്ടെ, ഇവരൊക്കെ ദുർമാർഗത്തിൽ പോകട്ടെ എന്ന് അള്ളാഹ് തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ ഡിസ്ക്രിപ്ഷൻ, പൂർണ്ണമായിട്ടും അള്ളാഹിന്റെ തീരുമാനമാണോ? അല്ല എന്നുള്ളതിന്റെ തെളിവാണ് മൻ എന്ന പദം ഉപയോഗിച്ചതിന്റെ അർത്ഥം. അതായത് ഹുവർ അള്ളാഹ് ഗൈഡ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് കൂടി വരുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ തീരുമാനിക്കണം സന്മാർഗത്തിലാകണമെന്ന്. അങ്ങനെ ആര് തീരുമാനിക്കുന്നുവോ അവരെയൊക്കെ അള്ളാഹു സന്മാർഗത്തിലാക്കുമെന്നർത്ഥം. അതായത് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം, ഒരാൾ നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ ആർക്കെങ്കിലും അയാളെ തടുക്കാൻ പറ്റും? അള്ളാഹിന്റെ പാതയിൽ ചലിക്കണം എന്നൊരാൾ തീരുമാനിച്ചാൽ, ഇപ്പൊ സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകണം, 5 നേരം കൃത്യമായിട്ട് നമസ്കരിക്കണം, നമ്മൾ എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ്, നോമ്പെടുക്കണം, അയാൾ സന്മാർഗത്തിലാണ്. അപ്പൊ ആർക്കും തീരുമാനിക്കാവുന്ന ഒരു സംഗതിയാണ് എന്റെ സന്മാർഗം, ആർക്കും ചൂസ് ചെയ്യാം.
മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും. ഈ സൂറത്തുൽ കഹ്ഫിൽ തന്നെ അത് വരുന്നുണ്ട്. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഇത് നിന്റെ റബ്ബിൽ നിന്നുള്ള ഹക്കാണ്, യഥാർത്ഥ സത്യമാണ് ഇത്. മൻ ശാഅ ഫൽയുമിൻ, ആരൊക്കെ വിചാരിക്കുന്നുവോ അവരൊക്കെ വിശ്വസിച്ചോട്ടെ. ഒമൻ ശാഅ ഫൽയക്ഫുർ, ആരൊക്കെ വിചാരിച്ചോട്ടെ അവർക്ക് പിന്നെ അതിനെ നിഷേധിക്കാം, തള്ളിക്കളയാം. അപ്പോ ഈ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു സന്മാർഗത്തിൽ ആകാനുള്ള ഒരു തീരുമാനം ഉണ്ടായാൽ അള്ളാഹു നമ്മളെന്താവും? സന്മാർഗത്തിലാക്കും. ആരാണോ വഴികേടിലാകാൻ സ്വയം തീരുമാനിക്കുന്നത് അവരെ അള്ളാഹു എന്ത് ചെയ്യും? ആ വഴികേടിലാക്കുകയും ചെയ്യും. എളുപ്പമാക്കുന്ന അർത്ഥം. ഒരു കത്തിയെടുത്ത് ഒരാളെ കുത്തുമ്പോ റൂഹ് പോണ്ടേ? റൂഹ് പോകാൻ എന്ത് വേണം? മലക്ക് വേണ്ടേ? അസ്രായിൽ വരണ്ടേ? എന്നാലല്ലേ ഒരാൾ കത്തിയെടുത്ത് കുത്തിയാലും മറ്റാൾ മരിക്കുള്ളൂ. അപ്പൊ ഒരാളത് തീരുമാനിക്കുമ്പോ അള്ളാഹ് മലക്കിനെ അയക്കും റൂഹ് പിടിക്കാൻ. അപ്പൊ അതാണ് മയ്യുദലിൽ എന്ന് പറയുമ്പോ അള്ളാഹ് വഴികേടിലാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കണം. നീ ഒരാളെ കുത്താൻ തീരുമാനിക്കുമ്പോൾ, ഒരാളെ ആക്രമണം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, ബോംബിടാൻ തീരുമാനിക്കുമ്പോൾ, വെടിവെക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ കൊല്ലപ്പെടുന്ന ആളുടെ റൂഹ് പിടിക്കാനുള്ള സംഗതിയൊക്കെ അള്ളാഹ് എളുപ്പമാക്കി തരും. നീ മോഷണം ചെയ്യാൻ വിചാരിക്കുമ്പോൾ മോഷ്ടിക്കാനുള്ള ആ സാഹചര്യം അവിടെ ഉണ്ടാവും. പിടിക്കപ്പെടാതെ മോഷ്ടിക്കാൻ ചിലപ്പോ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലാതെ അള്ളാഹ് സന്മാർഗത്തിലാക്കുന്നവർ മാത്രമേ സന്മാർഗത്തിലാകൂ. കറക്റ്റാണത്. പക്ഷെ അതിനെന്ത് വേണം? നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടി വേണം എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഈ പദപ്രയോഗം മൻ എന്ന പദം പ്രയോഗിച്ചതിൽ നിന്ന് നമുക്കത് മനസ്സിലാകും എന്നർത്ഥം. ഹൂ എവർ എന്നുള്ള അർത്ഥത്തിൽ കേട്ടാ. ഓക്കെ. ഇനി അതായത് നമ്മൾ സന്മാർഗത്തിൽ, നമുക്ക് സന്മാർഗം ലഭിക്കുന്നതിന്റെ തീരുമാനവും അതിന്റെ ചുറ്റുവട്ടം ഉണ്ടല്ലോ അതും കൂടി അള്ളാഹ് ഒരുക്കി തരൂന്ന് അർത്ഥം. മനസ്സിലാവും? നമുക്കിപ്പോ നടന്ന് പള്ളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നെ സിറ്റുവേഷനും കൂടി അള്ളാഹ് ഒരുക്കി തരണം അല്ലെ? നമ്മൾ വിചാരിച്ചാൽ മാത്രം പള്ളിയിലെത്തി നമ്മൾ നിസ്കരിക്കൂല. ചിലപ്പോ പള്ളിക്ക് പോണ വഴിക്ക് അവിടെ തട്ടിപ്പടഞ്ഞ് വീഴാം, ആ സാഹചര്യം ഇല്ലാതാകാം. ചിലപ്പോ അങ്ങനെയും ചെയ്യും അള്ളാഹു. അപ്പോ സന്മാർഗത്തിലാക്കാൻ നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റും അതിന് ചുറ്റുമുള്ള ഒരു അന്തരീക്ഷം വേണം. അപ്പൊ ഇവിടെ ഇതുമായിട്ട് എന്താ ബന്ധം? ഈ പറഞ്ഞതുമായിട്ട് ഈ കഥയ്ക്ക് എന്താണ് ബന്ധം? അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അതായത് ഇവര് ഈ ഗുഹ മാത്രമേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ അല്ലെ? ഉറങ്ങാനുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഭയം തേടാനുള്ള ഫഅ്വു ഇലൽ കഹ്ഫ് എന്താ പറഞ്ഞത്? എന്താ അർത്ഥം അതിന്റെ? നമുക്ക് ആ ഗുഹയിൽ പോയിട്ട് അഭയം തേടാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഗുഹ അവർ തെരഞ്ഞെടുത്ത് അള്ളാഹുവിൽ സർവവും ഭരമേൽപ്പിച്ച് അവർ ആ ഗുഹയിൽ എത്തിയപ്പോ അള്ളാഹ് എന്താ ചെയ്തത്? ബാക്കി എല്ലാ സംഗതികളും അവർക്ക് അനുകൂലമാക്കി കൊടുത്തു. ദാറ്റ്സ് വാട്ട് അള്ളാഹ് ഗൈഡൻസ് മീൻസ്. നമ്മളൊരു കമ്മിറ്റ്മെന്റ് എടുക്കുമ്പോൾ, അള്ളാഹുവിന്റെ വഴിയിൽ ചലിക്കും എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ അതിനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരും. ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. മൻ തറക ലില്ലാഹി ഷൈഅൻ അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻഹു. ഒരാള് അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ, ഒരു നല്ല ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ അതിലെന്തോ ഒരു സംശയമുണ്ട്, ഒരു ഹറാമിന്റെ അംശമുണ്ട്. അപ്പൊ അതെനിക്ക് വേണ്ട. ഇപ്പൊ പലിശ വേണ്ട, പലിശ കൊടുക്കുന്ന ഒരു കടം, ലോൺ, അതെനിക്ക് വേണ്ട, കാരണം അതിനകത്ത് പലിശയുണ്ട് എന്ന് തീരുമാനിച്ചിട്ട് ആള് പുതിയ കാറ് വാങ്ങുന്നത് മാറ്റിവെച്ചാൽ ചിലപ്പോ അയാൾക്ക് അള്ളാഹു അതേ പുതിയ കാറ് വാങ്ങാനുള്ള, പലിശ ഇല്ലാതെ വാങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോ അതിനേക്കാളും ഇനി അല്ല, അയാള് ആ കാർ, പുതിയ കാറിന് പകരം കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ചിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിലായിരിക്കും കൂടുതൽ അയാൾക്ക് ബർക്കത്ത് ഉണ്ടാവുക, അനുഗ്രഹം ഉണ്ടാവുക. സോ ഇതെല്ലാം ആപേക്ഷികമാണ്. പക്ഷെ ആപേക്ഷികമായി സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളിൽ ഒരു പ്രത്യേകമായ സപ്പോർട്ടും അതിന് പറ്റുന്ന ഒരു സാഹചര്യവും അള്ളാഹു ഒരുക്കി തരും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഗുഹാവാസികളുടെ കഥ നമ്മളോട് അള്ളാഹു പറഞ്ഞു തരുന്നത് ഏറ്റവും അതാണ്. അതായത് നോക്കൂ, നമ്മളിപ്പം സൂര്യനാണോ ഭൂമിയാണോ വലുത് എന്നാലോചിച്ച് നോക്കിയേ. സൂര്യനാണോ ഭൂമിയാണോ വലുത്? സൂര്യനല്ലേ. എത്ര വലിപ്പം ഉണ്ടാവും? സയൻസ് പഠിച്ചവര് പറയും. അതറിയില്ല. അറിയില്ല, ഒരുപാടുണ്ട് അല്ലേ? ഓക്കെ, നമുക്കൊരു
ഒരുപാടുണ്ട് നോക്കുക. നക്ഷത്രം തന്നെ ഭൂമിയേക്കാൾ വലുതല്ലേ? ഒരുപാട് നക്ഷത്രങ്ങൾ തന്നെ ഭൂമിയേക്കാൾ വലുതാണ്. പക്ഷെ ഏറ്റവും വലിയ നക്ഷത്രമാണ് സൂര്യൻ, അല്ലെ? ഏറ്റവും വലിയ സ്റ്റാറാണ് സൂര്യൻ എന്ന് പറയുന്നത്. നോക്കൂ, ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യത്തിന് ഇത്രയും ചെറിയ ഒരു ഭൂമിയുടെ ഏതോ ഒരു കോണിൽ നടക്കുന്ന ഒരു കാര്യത്തിന് അള്ളാഹു സൂര്യനെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നു. അതിന്റെ ഒരു അത്ഭുതം ആലോചിച്ച് നോക്കിയേ. ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയ ഒരു സ്ഥലത്ത് ഏതോ ഒരു കോണില് നടക്കുന്ന ഒരു സംഗതിക്ക് അവിടെ നടന്ന ഒരു വിശ്വാസത്തിന്റെ ആ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ആകാശലോകം മുഴുവൻ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുക്കുന്ന അതിമഹത്തായ അനുഗ്രഹത്തെ കുറിച്ചാണ് സൂറത്തുൽ കഹ്ഫിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. മോറൽ ഓഫ് ദ സ്റ്റോറി, നമ്മൾ ഭൂമിയിൽ ചില ചെറിയ ചെറിയ സംഗതികൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭയാശങ്കകൾ ഉണ്ടാവും. ജീവിതത്തിൽ എനിക്കത് കിട്ടിയില്ലല്ലോ, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഭയങ്കര ദുഃഖത്തിലാണല്ലോ, ഞാൻ ഭയങ്കര സങ്കടത്തിലാണല്ലോ, എനിക്കെപ്പോഴും ഈ ഒരു ഡിപ്രഷൻ ആണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊക്കെ മാറ്റിത്തരാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് സെക്കൻഡുകൾ മതി. നമ്മളവിടെ എത്തേ വേണ്ടുള്ളൂ. ഭൂമിയിലെ നഷ്ടങ്ങളൊന്നും യഥാർത്ഥത്തിൽ നഷ്ടമല്ല. ഇവർക്ക് എന്താ നഷ്ടമായത്? ഈ ഗുഹാവാസികൾക്ക് അവരുടെ എലീറ്റ് സ്റ്റാറ്റസ് നഷ്ടമായി. ആ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം, അവരുടെ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് നഷ്ടമായി. അവർ ഒരു കുലീന കുടുംബത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഒരു പിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചിരുന്ന ആളുകൾ ഒരു ഗുഹയിൽ വന്നിട്ട് ആ ഗുഹയുടെ അസൗകര്യങ്ങളിൽ അവർ ജീവിച്ചപ്പോ അവർക്ക് എന്തായി? ആ അസൗകര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ സൗകര്യമായിട്ട് കീഴ്പ്പെടുത്തി കൊടുത്തു. എന്താണ് ചാറ്റിൽ വന്നേക്കണ? Sun is not the biggest star. It is an average size yellow dwarf star, 109 times wider than Earth. Many stars are significant. Okay, that doesn't matter. നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തായാലും ഭൂമിയിനേക്കാളും വലുതാണല്ലോ സൂര്യൻ, അല്ലെ? ഭൂമിയിനേക്കാളും. ഇത് എല്ലാവർക്കും വെച്ചാണോ ഈ മെസ്സേജ്? ഓക്കെ, എല്ലാവർക്കും കാണാവുന്ന ചാറ്റാണോ നാസറെ? എനിവേ, കണ്ടോ? എല്ലാവരും കണ്ടു. ഓക്കെ, അതായത് സൂര്യനാണ് ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറഞ്ഞതിനാണ് തെറ്റ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം. പക്ഷെ ഭൂമിയിനേക്കാളും വലുതാണ് സൂര്യൻ എന്നുള്ളത് ശരിയല്ലേ? 109 ടൈംസ് വലുതാണ്. ശാസ്ത്രമൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെ? ഭൂമിയാണോ സൂര്യനാണോ അതായിരുന്നു ചോദ്യം. അതെ. വേറൊരു കാര്യം കൂടി, സൂര്യൻ നമുക്ക് നോക്കാൻ കഴിയില്ലല്ലോ, അത്രയും പ്രകാശമല്ലേ. അപ്പോ പിന്നെ സൂര്യൻ മാറിക്കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് മനസ്സിലാവും? അല്ല, അത് പൂർണ്ണമായ സൂര്യപ്രകാശം അവരിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല. സൂര്യൻ പൂർണ്ണമായ സൂര്യപ്രകാശം എടുത്ത് അവർക്ക് ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഈ ചെറിയ ഭൂമിയിലെ ഏതോ ഒരു കോർണറിൽ, ഏതോ ഒരു മൂലയിൽ നടന്ന ഒരു സംഭവത്തിൽ ആകാശ ലോകത്ത് നിന്ന് ഈ സൂര്യനേക്കാളും 109 മടങ്ങ് വലിപ്പമുള്ള, ഇപ്പൊ ഇവിടെ ഉദ്ധരിച്ച കണക്കനുസരിച്ച് 109 മടങ്ങ് വലിപ്പമുള്ള സൂര്യനെ അള്ളാഹു എന്ത് ചെയ്യുന്നു? ആ വിശ്വാസികൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുക്കുന്നു. അതിന്റെ പ്രകാശത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു, അവരെ സുന്ദരമായിട്ട് സ്വച്ഛമായിട്ട് ഉറക്കുന്നു. അത് നമുക്ക് പാഠമുണ്ടെന്നാണ്. കാരണം ഇവിടെ നോക്കൂ, ഇവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഒന്ന് പറഞ്ഞേ, ഇവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? അതാണ്. ഇപ്പൊ നോക്കൂ, ഇവിടെ പറഞ്ഞ നോക്കൂ, അമ്രിന റഷദ. ആ 2 പദവും ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെ വന്നതെന്ന് അറിയോ? മൈ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയൻ മുർഷിദ. വലി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വലിയുടെ അർത്ഥം വലിയുൽ അമ്ർ. എപ്പോഴും വലിയുൽ അമ്ർ എന്ന് പറയും ഒരു കാര്യത്തിന്റെ കൈകാര്യകർത്താവ് എന്നുള്ള അർത്ഥത്തിൽ. വല്ലൽ അമ്ര, ടു ടേക്ക് ചാർജിന് അതാ പറയാ. അപ്പോ അമ്രന്ന് വഹയ്യ ലനാ മിൻ അമ്രിന, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഞങ്ങൾക്ക് എന്ത് തരണം? ഒരു റഷദ് തരണം എന്നാണ് പറഞ്ഞത്. അപ്പോ അതിന് അള്ളാഹു ഒരു വലിയായിട്ട് അവരോടൊപ്പം നിന്നു. അതുപോലെ തന്നെ ഒരു മുർഷിദായിട്ട് അള്ളാഹു നിന്നു. വലിയും മുർഷിദുമായിട്ട് ഇവർക്ക് അള്ളാഹു കൂടെ നിന്നു. ഇവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ആളാണ് വലിയുൽ അമ്ര. ഇത് നിങ്ങൾ എഴുതി വെച്ചോട്ടെ, ഇത് വളരെ സുപ്രധാനമായ ഒരു പോയിന്റാണ്. വലിയുൽ അമ്ര, അള്ളാഹു അവരുടെ കാര്യം ഏറ്റെടുത്തു. മൈ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്.
വമൻ യുദ്ലിൽ, അള്ളാഹു എങ്ങാനും ആരെങ്കിലും വഴികേടിലാക്കിയിരുന്നുവെങ്കിൽ ഫലൻ തജിദ ലഹു വലിയൻ, അവർക്ക് ഒരു അർത്ഥത്തിലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വലിയനെയോ ഒരു മുർഷിദിനെയോ കിട്ടുവാനില്ല. കാരണം എക്സാക്ട്ലി ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അള്ളാഹു അതേ മീനിങ്ങിൽ കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അതേ രൂപത്തിൽ തന്നെ, അതായത് അവർ ഏത് രൂപത്തിലാണോ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അതേ രൂപത്തിൽ അള്ളാഹു അവർക്ക് ഉത്തരം കൊടുത്തു. ആ ഉത്തരം കൊടുത്തതിന്റെ ശൈലി ഇവർ പ്രതീക്ഷിക്കാത്ത സംഗതിയാണ്. സൂര്യനെ ഇങ്ങനെ തങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരും എന്ന് അവർ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ? ഇപ്പൊ ഇവിടെ പറഞ്ഞ കണക്കനുസരിച്ച് ഏകദേശം അല്ലെ ഭൂമികള് ഒരു സൂര്യന്റെ ഉള്ളിൽ വെക്കാന്നാണ്. 13 ലക്ഷം ഭൂമിയുടെ ആ വലിപ്പമുള്ള ഗ്രഹങ്ങൾ സൂര്യന്റെ അകത്തുകൊണ്ട് വെക്കാം. അപ്പൊ ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാന്റെ സഹായം ലഭിച്ചു. സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. നമ്മൾ വിചാരിക്കും അള്ളാഹുവിന്റെ സഹായം നമുക്ക് എത്തുന്നില്ലല്ലോ. തീ കുണ്ടത്തുനിന്ന് രക്ഷിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ തീയിൽ നിന്ന്, യാ നാറു കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം. മത്സ്യം വിഴുങ്ങിയ യൂനുസ് നബിയെ അതിന്റെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തെടുത്തു. വലിയ ഗുഹാമുഖത്ത് വന്നപ്പോ ഒരൊറ്റ വടി കൊണ്ടടിച്ചപ്പോ വലിയ ഒരു കടലിന്റെയും ചെകുത്താന്റെയും അക്ഷരാർത്ഥത്തിൽ ഇടയിൽ പെട്ടുപോയ മൂസാ നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഇപ്പം ഇത് അവിടെയൊക്കെ അള്ള പറഞ്ഞെന്താ, വക്കദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം സത്യവിശ്വാസികളെ ഞാൻ രക്ഷപ്പെടുത്തും. ഇനി രക്ഷപ്പെടാതെ നമുക്ക് എന്താ അന്തിമമായിട്ട് സംഭവിക്കുക? ഇങ്ങനത്തെ ഒരു അപകടം വന്നു, അല്ലെങ്കിൽ ഒരു പരീക്ഷണം വന്നു. ആ പരീക്ഷണത്തിൽ നമ്മൾ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? അങ്ങനെ മരിച്ചാൽ കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ടല്ലോ. ഇപ്പൊ സക്കരിയ നബീനെ, യഹിയ നബീനൊക്കെ കൊന്നതാണ്. കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ട്. രക്ഷിച്ച പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ പ്രവാചകന്മാരുണ്ട്. ചിലപ്പം മരണം വലിയ ഒരു ആശ്വാസമായിരിക്കും. ചില സിറ്റുവേഷനുകളിൽ മരണമായിരിക്കും ഏറ്റവും വലിയ ആശ്വാസം. യുദ്ധത്തിലൊക്കെ ഷഹീദാവുന്നത് പോലെ അത് അള്ളാഹ് തന്നെ കൃത്യമായി പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ നമ്മള് അന്തിമമായിട്ട് അള്ളാഹിലേക്ക് മടങ്ങും. ഇനി എത്ര രക്ഷപ്പെടുത്തിയാലും പിന്നെ മരണപ്പെടുമല്ലോ. അപ്പോ എവിടെയും ആ ഒരു വിശ്വാസം, ആ ഒരു പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റഷദ് നമുക്കുണ്ടാകും, ആ ഇർഷാദ് നമുക്കുണ്ടാകും എന്ന വിശ്വാസം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനേക്കാൾ അപ്പുറം ആ വിലായത്ത്, അള്ളാഹുവിന്റെ വിലായത്ത്, അതാണ് വലിയൻ മുർഷിദ എന്ന് പറഞ്ഞിടത്ത്. അത് രണ്ടും അള്ളാഹുവിന്റെ ഭാഗത്തുണ്ട്. ഒരു വിലായത്ത്, വല്ലാ യുവല്ലി എന്ന് പറഞ്ഞാല് നമ്മൾ ചേർന്നിരിക്കുന്ന ആളെന്നാണ്. ചേർന്നിരിക്കുക. ഒരു വലിയന്റെ അർത്ഥം വലിയുള്ള ആത്മമിത എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരിക്കലും അകന്നു പോകാതെ നമ്മളോട് ചേർന്നിരിക്കുന്ന, അതാണ് ആ പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം. വല്ലാ യുവല്ലി. തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു എന്നാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അത് പിന്തിരിഞ്ഞു പോവുക, നമ്മുടെ അടുത്തുനിന്ന് ദൂരേക്ക് പോവുക. വല്ല എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക. അപ്പോ വിലായത്ത്, അള്ളാഹുവിന്റെ വിലായത്ത്, അള്ളാഹുവിന്റെ റഷദ്, ഇത് രണ്ടുമാണ് അവർ ചോദിച്ചത്. അത് രണ്ടും അവർക്ക് ലഭിച്ചു. അതിലേറ്റവും പ്രധാനം ഈ പറഞ്ഞ സംഗതിയൊക്കെ, ഒന്ന് അവരെ സ്വച്ഛമായി ഉറക്കി. രണ്ട്, ആകാശലോകത്ത് നിന്നുള്ള സൂര്യനെ പോലും അള്ളാഹു അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. ദാറ്റ് ഈസ് അള്ളാഹ്സ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ മനസ്സിൽ കാണുന്ന മാനിഫെസ്റ്റേഷൻ അല്ല അള്ളാന്റെ മാനിഫെസ്റ്റേഷൻ. നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോ ചെറിയ ചെറിയ സംഗതിയായിരിക്കും. അള്ളാഹ് തരുന്നത് ഒരു പക്ഷേ നമ്മുടെ മനസ്സിന്റെ അപ്പുറത്ത് കാണാതിരിക്കും. അതുകൊണ്ടാണ് ഈ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും, ഇപ്പൊ റസൂലിന്റെ ഏറ്റവും നല്ല പ്രാർത്ഥന എന്താ? ഏറ്റവും നല്ല പ്രാർത്ഥന, ഖുർആനിൽ വന്ന ഏറ്റവും നല്ല പ്രാർത്ഥന എന്താ? ഏറ്റവും നല്ല പ്രാർത്ഥന അതാണ്. കാരണം ഹജ്ജിന്റെ ഉംറയുടെ സമയത്ത് നമ്മൾ ഹജ്ജിൽ കാബയിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, നല്ലത് തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്പെസിഫിക് ആയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിലും ആ ഒറ്റ പ്രാർത്ഥന മതി. ഹജ്ജിന് പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരേ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ളൂ. അത് മാത്രമാണ്. നമ്മൾ ഈ പുസ്തകമൊക്കെ കാണാതെ പഠിച്ച് അവിടെ കൊണ്ടുപോയിട്ട് മറന്നോ റബ്ബെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കുറെ പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാം. പ്രാർത്ഥിച്ചോട്ടെ, നല്ലതാണ്. പക്ഷെ ഒന്നുമില്ലെങ്കിലും ഈ ഒറ്റ സംഗതി പ്രാർത്ഥിച്ചാൽ മതി. എന്തുകൊണ്ടാ?
നമുക്ക് ഏതാണ് നല്ലത്, നമുക്ക് ഏതാണ് മോശം എന്നത് ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഏതാണോ നമുക്ക് നല്ലത് ദുനിയാവിലും പരലോകത്തും, ഏതാണോ നല്ലത് അത് തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്പെസിഫിക് ആയിട്ട് ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മനസ്സിലാവും? അപ്പൊ വരുന്നതൊക്കെ നമുക്ക് അതിനെ ആ രൂപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും. ഈ ഗുഹാവാസികളുടെ പ്രാർത്ഥന അതായിരുന്നു. അവർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല, പടച്ചോനെ ഒരു നല്ല ഗുഹ കാണിച്ചു, ഒരു നല്ല 5 സ്റ്റാർ ഗുഹ. അവർ പറഞ്ഞോ ഒരു 5 സ്റ്റാർ ഗുഹ വേണം, അവിടെ ഇന്ന സൗകര്യം വേണം, ഇതൊന്നും അവർ ചോദിച്ചിട്ടില്ല. വഹയ്യി ലനാ മിൻ അംരിനാ റഷദ റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്തുള്ള ഒരു കാരുണ്യം, അതും നല്ല പ്രാർത്ഥനയാണ്. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്റെ കാരുണ്യം. കാരണം ആ കാരുണ്യത്തിൽ, അള്ളാന്റെ കാരുണ്യത്തിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതൊക്കെ നമുക്ക് നല്ലതിനായിരിക്കും, എല്ലാം നല്ലതിനായിരിക്കും. എവറിത്തിങ് ഹാപ്പൻ ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്ന് പറയാറില്ലേ? എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. എല്ലാം നല്ല ഒരു വലിയ അനുഗ്രഹീതമായ ഒരു കാരണത്തിൽ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ പൊതുവായ പ്രാർത്ഥനകൾ ഇത്തരം നമ്മൾ ഉൾപ്പെടുത്തണം. അതാണ് ഗുഹാവാസികൾ ചെയ്തത്. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഏറ്റവും നല്ല പ്രതിഫലം ലഭിച്ചു. ഇനി 18-ാമത്തെ ആയത്തിൽ ഇതിനേക്കാൾ ഇവരെ കുറിച്ച് പറയുന്ന, ഇവരുടെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനകത്തേക്ക് പോകില്ല. അപ്പൊ നമുക്ക് ഈ 17-ാമത്തെ ആയത്തിൽ തന്നെ നിർത്താം. എന്തെങ്കിലും കുറച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ തീർത്തിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പൊ ഒരു അത്ഭുതം അല്ല, ആ വലിയ എന്നുള്ളത് ഒരു അതായത് അള്ളാഹുവിന്റെ വലിയ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നിക്കാഹ് ചെയ്യുന്ന ഒരു വലിയ വേണം എന്നാണ് അതിന്റെ ഉദ്ദേശം. അടുത്ത് നിൽക്കുന്ന ആള്, ഒരു രക്ഷാധികാരി, ഈ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത് അവളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളെന്നുള്ള അർത്ഥത്തിലാണ് വലിയ എന്ന് പറയുന്നത്, രക്ഷാധികാരി. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള്. ശരിക്കും വല്ലായു വലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെന്നാണ് അതിന്റെ അർത്ഥം കേട്ടാ. അപ്പോ ഇവിടുത്തെ ഈ അത്ഭുതം എന്താ? ദാലിക്കമിൻ ആയാത്തില്ല എന്ന് പറഞ്ഞിട്ട് അത്ഭുതം എന്താ? അള്ളാഹുവിന്റെ ഹുദ ലഭിക്കണം എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി കമ്മിറ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി സമർപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? ആകാശലോകം വരെ അവർക്ക് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുക്കും. ഗുഹയുടെ ലിങ്ക് ഉണ്ട്, ഇവിടെ ഇട്ടോളൂ, കുഴപ്പമില്ല. നമ്മള് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇതാ മറ്റേ സ്റ്റോറിയാണോ ഇതിട്ടിരിക്കുന്ന? സ്റ്റോറിയുടെ ലിങ്ക് ആണോ? അതെ. ഏതായാലും ഇതിന്റെ ഒരു അല്ല, ഇത് സ്റ്റോറി അല്ല, ഇത് ഗുഹയുടെ. അത് നമ്മൾ ഗ്രൂപ്പിൽ നേരത്തെ ഇട്ടിരുന്നതാണ്. മറ്റേ ആ ഗുഹയിൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു വീഡിയോ അല്ലേ, അത് നമ്മൾ നേരത്തെ ഇട്ടിരുന്നതാണ്. എനിവേ ഇറ്റ്സ് ഓക്കെ. ആർക്കെങ്കിലും അത് വിസിറ്റ് ചെയ്യണമെങ്കിൽ. ഞാൻ പറയുന്നത് ഈ ക്രിസ്ത്യൻ വേർഷൻ, ഇതിന്റെ ഈ സ്റ്റോറിയുടെ ഒരു ക്രിസ്ത്യൻ വേർഷന്റെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ അയച്ചു തരാം. പക്ഷെ ഒരിക്കലും അതെന്തല്ല ഒരു ഖുർആന്റെ വേർഷനോട് ചേർന്ന് നിൽക്കുന്ന സംഗതിയല്ല, മറിച്ച് നമുക്ക് ആ വേർഷനും കൂടെ മനസ്സിലാവുമ്പോഴാണ് ഖുർആന്റെ ഇത് ഇറാൻ ഫിലിമാണ്. ഓക്കെ, ആ വേർഷൻ മനസ്സിലാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഖുർആന്റെ കഥ പറച്ചിലിന്റെ സ്റ്റൈലും അതിൽ നിന്നുള്ള പാഠങ്ങളും യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എന്നാണ് കേട്ടാ. എങ്ങനെ അവര് കാണുന്ന പോലെ നമ്മള് അതെ തട്ടി നോക്കിയാൽ മതി കാണുമ്പോളേ. അതെ അതെ അതെ, കറക്റ്റ്. അതെ, അതായത് അവര് പറയുന്നത് അവർ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അവരെ രാജാവ് വധിക്കാൻ, ഫയർ തീയിലെറിയാൻ വിധിച്ചു എന്നാണ് അതിൽ പറയുന്നത്. യു വിൽ ഡൈ ഇൻ ഫയർ, ഇൻ ബ്ലേസിംഗ് ഫയർ എന്നാണ് ആ സ്റ്റോറിയിൽ പറയുന്നത്. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിലല്ല അവർ വിശ്വസിച്ചത്. അവർ വിശ്വസിച്ചത് റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്. അവർ വിശ്വസിച്ചത് ഏകനായ അള്ളാഹുവിലാണ് അവർ വിശ്വസിച്ചത്. ആ സ്റ്റോറിയിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഏതായാലും അത് കണ്ടു നോക്ക്. കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ പോയിന്റുകൾ അടുത്ത ആഴ്ച വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കോൺസ്റ്റന്റ് സൂപ്പർവിഷൻ ആൻഡ് കെയർ, ആ ഒരു നിരന്തരമായിട്ടുള്ള അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലും ശ്രദ്ധയിലും നമ്മൾ ആകാനുള്ള ഏക വഴി എന്താ? ഏക വഴി അവനോടുള്ള ഹുദയിൽ, അവനോടുള്ള വിശ്വാസത്തിൽ, സന്മാർഗത്തിൽ കമ്മിറ്റഡ് ആവുക എന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായി സമർപ്പിതരാവുക. തെറ്റും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിപഴച്ചിലുണ്ടാവും, കാലുകൾ തെറ്റിപ്പോവും, മനസ്സ് തെറ്റിപ്പോകും, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കും. പക്ഷെ
കം ബാക്ക് ടു ഇറ്റ്. തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ മനസ്സ് തുറന്നിട്ടുള്ള പശ്ചാത്താപത്തിലൂടെ നമ്മുടെ തെറ്റുകൾ കഴുകിക്കളഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങി ആ മാർഗത്തിൽ നമ്മൾ കമ്മിറ്റഡ് ആയി നിൽക്കുമ്പോൾ സൂര്യനെ വരെ അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തരും. ആകാശലോകം മുഴുവൻ നമുക്ക് വേണ്ടി കാവൽ നിൽക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇന്നത്തെ ഈ ആയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك.